Good evening, everyone. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ 2-ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ലെക്ചറിങ് ആണ് ഈ വീഡിയോ. മൊഡ്യൂൾ 2-ൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ആൻഡ് കംപ്ലീറ്റ് യൂട്യൂബ് ലെക്ചറിങ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു റെസ്യൂം എന്നുള്ളത്, റെസ്യൂം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റെസ്യൂം ഇഫക്റ്റീവ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മെയിൻ ടൈപ്സ് ഓഫ് റെസ്യൂംസ് ഏതൊക്കെയാണ്, 3 ടൈപ്പാണുള്ളത്: ക്രോണോളജിക്കൽ, ഫങ്ഷണൽ, കോമ്പിനേഷൻ. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എസെൻഷ്യൽ കമ്പണൻസ് ഓഫ് റെസ്യൂം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്താണ് ATS, ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം, എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ മൊഡ്യൂളിൽ. അതിനുശേഷം കവർ ലെറ്റർ എന്ന ഒരു കൺസെപ്റ്റ് എന്താണ്, പ്രത്യേകിച്ച് ഒരു ജോബ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കവർ ലെറ്റർ എന്താണെന്നുള്ളത്, ആ കവർ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്താ എന്നുള്ളത് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ റെസ്യൂമൊക്കെ അയച്ച് തരുന്നാൽ മതിയോ, നമുക്ക് ഓൺലൈൻ പ്രസൻസ് ഒരു ജോലിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ, റിലവൻസ് ഓഫ് ഓൺലൈൻ പ്രസൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മൊഡ്യൂൾ 2-ൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റെസ്യൂം. നമുക്കറിയാം, ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു 1-2 പേജ് അടങ്ങിയ നമ്മളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് ഈ റെസ്യൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതൊരു ഫോമൽ ഡോക്യുമെൻ്റ് ആണ്. ദാറ്റ് പ്രൊവൈഡ്സ്, ആ ഫോമൽ ഡോക്യുമെൻറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക, സമ്മറി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ്, ഒരു എംപ്ലോയി, ഒരു ജോലി സീക്ക് ചെയ്യുന്ന വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വിവരങ്ങൾ, വർക്ക് എക്സ്പീരിയൻസ് ആയുള്ള വിവരങ്ങൾ, അയാൾ എന്തൊക്കെ സ്കില്ല് പൊസസ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ, അയാൾക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയെന്നൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഒരു ജോബ് സീക്കർ ഒരു ഫോമൽ ഡോക്യുമെൻ്റ് ആയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഫോമൽ ഡോക്യുമെൻ്റ് ആണ് റെസ്യൂം. ഇറ്റ് സെർവ്സ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ. എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആവുന്നത്? ജോലി അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മാർക്കറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മാർക്കറ്റിംഗ് ടൂളാണ്. എന്താണ് ആ മാർക്കറ്റിംഗ് ടൂളിൽ എന്താ പറയുന്നത്? എംപ്ലോയേഴ്സിനോട് കൃത്യമായിട്ട് പറയുകയാണ്, വൈ യു ആർ ക്വാളിഫൈഡ് ആൻഡ് ഫോർ ദ സ്പെസിഫിക് ജോബ്, ഞാൻ നിങ്ങളുടെ ഈ പറയുന്ന ജോലിക്ക് യോഗ്യനാണ് എന്ന് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് റെസ്യൂം. കാരണം അതൊരു ഫോമൽ ഡോക്യുമെൻ്റ് ആണ്. അതിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയാണ്, ഒരു ഫോമൽ ഡോക്യുമെൻ്റ് ആണ് റെസ്യൂം. റെസ്യൂം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ആയിട്ട് ലിങ്ക്ഡിനും മറ്റ് ഡിജിറ്റൽ പോർട്ട്ഫോളിയോസും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട് ജോലിക്ക്. എന്നിരുന്നാലും റെസ്യൂം ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ കാരണം കുറച്ചെണ്ണം നമുക്ക് നോക്കാം. ഒന്ന്, അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട് എംപ്ലോയറിന്. കാരണം എന്താണ്, എംപ്ലോയർ അത് ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. റിക്രൂട്ടർ അല്ലെങ്കിൽ എംപ്ലോയർ ആദ്യം ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് ഈ റെസ്യൂം. റെസ്യൂം കുറ്റമറ്റതും മികച്ചതും ആണെങ്കിൽ തന്നെ ആപ്ലിക്കൻ്റ് തരക്കേടില്ലായിരിക്കുമല്ലോ എന്നൊരു ഇംപ്രഷൻ ജനിപ്പിക്കുന്ന ഒന്നാണ് ഒരു പ്രോപ്പർ റെസ്യൂം. പിന്നെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. എല്ലാ മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്റ്റിൽ റിക്വയർ എ റെസ്യൂം ആസ് പാർട്ട് ഓഫ് ദി ഫോർമൽ ഹയറിംഗ് പ്രോസസ്സ്. ഇപ്പോഴും പല കമ്പനികളിലും ഇപ്പോൾ റെസ്യൂം ഒന്നും അയക്കേണ്ട, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് സ്റ്റിൽ കൺസിഡർ റെസ്യൂം ആസ് എ ഫോർമൽ പ്രാക്ടീസ്. എന്താണ്, ഒരു ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് ആപ്ലിക്കൻ്റ് ഒരു റെസ്യൂം അയച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് റെസ്യൂം കണക്കാക്കപ്പെടുന്നു. പിന്നെ റെസ്യൂം വിൽ ഗീവ് എ കൺസൈസ് ഓവർവ്യൂ. ഇറ്റ് സമ്മറൈസസ് യുവർ പ്രൊഫഷണൽ സ്റ്റോറി ഇൻ 1 or 2 പേജസ്. അപ്പം കൃത്യമായിട്ടൊരു എംപ്ലോയറിന് നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു പ്രൊഫഷണൽ ഗ്രോത്ത് ഒരു 1-2 പേജിനുള്ളിൽ അസസ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു ടൂളും കൂടിയാണ് ഇത് റെസ്യൂം. പിന്നെ ATS സ്ക്രീനിങ്. നമ്മൾ ATS എന്താണെന്നുള്ളത് വിശദമായിട്ട് കാണും. ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. 1000 അല്ലെങ്കിൽ 1,00,000 റെസ്യൂമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിവ്യൂ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഒരു 1,00,000 ഇതിൽ നിന്നൊക്കെ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ളൊരു കമ്പനികൾ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ തന്നെ നമ്മളുടെ റെസ്യൂംസ് എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. അപ്പോൾ മെനി കമ്പനീസ് യൂസിങ് ദിസ് ATS ടു ഫിൽട്ടർ റെസ്യൂംസ് ബിഫോർ ഹ്യൂമൻ റിവ്യൂ. അപ്പം ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ
ATS ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിന് ഫിൽട്ടർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒരു റെസ്യൂം കൊടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെയിലേർഡ് റെപ്രസെൻറ്റേഷനാണ്. ഓരോരുത്തരുടെയും റെസ്യൂമും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അൺലൈക്ക് ഓൺലൈൻ പ്രൊഫൈൽസ് എ റെസ്യൂം ക്യാൻ ബി കസ്റ്റമൈസ് ഫോർ സ്പെസിഫിക് റോൾസ് ഓർ ഇൻഡസ്ട്രി. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള റെസ്യൂംസ് ആയിരിക്കും. പിന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്കൊരൊറ്റ പ്രൊഫൈലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഓരോ ടൈപ്പ് ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ടീച്ചിങ്ങിനോട് ആപ്റ്റിറ്റ്യൂഡുള്ള രീതിയിലുള്ളൊരു റെസ്യൂം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ക്ലറിക്കൽ സൈഡിലേക്കുള്ള രീതിയിലുള്ളൊരു റെസ്യൂം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ജോബ് റോൾ മാറുന്നതനുസരിച്ച് നമുക്ക് ടൈലേർഡായിട്ട് മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള റെസ്യൂംസ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ ഫസ്റ്റ് ഇംപ്രഷൻ നൽകുന്നു, ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ്, നമ്മുടെ മൊത്തത്തിലൊരു കൺസൈസ് ആയിട്ടുള്ള ഒരു 1-2 പേജ് നമ്മളെക്കുറിച്ചുള്ള പ്രൊഫഷണൽ സ്റ്റോറി അവർക്ക് ഒറ്റയടിക്ക് കിട്ടുന്നു. ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിന് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് റെസ്യൂം ഉള്ളത്. നമുക്ക് ഓരോന്നിനും ടൈലേർഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നൽകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് റെസ്യൂം ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് റെസ്യൂം ഇഫക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് ഒരു കണക്കിന് നമ്മൾ എവിടെ പറയാൻ പോകുന്നത്, എസെൻഷ്യൽ കമ്പോണൻസ്. അപ്പോൾ ഒരു റെസ്യൂം ഇഫക്റ്റീവ് ആകുന്നതും അല്ലെങ്കിൽ ആ റെസ്യൂമിൻ്റെ കമ്പോണൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കമ്പോണൻസിൽ പ്രധാനമായിട്ടും വരുന്നത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ വേണം, കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സമ്മറി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 3 പോയിൻറ്റ്സ് ആയി, 4ാമത് വർക്ക് എക്സ്പീരിയൻസ്, 5ാമത് സ്കിൽസ്, 6ാമത് അച്ചീവ്മെൻറ്റ്സ് ഓർ അവാർഡ്സ്, 7ാമത് പ്രൊജക്റ്റ് ഓർ ഇൻറ്റേൺഷിപ്പ്, 8ാമത് സർട്ടിഫിക്കറ്റ്സ് ബാർ ട്രെയിനിങ്, 9ാമത് ലാംഗ്വേജസ് നോൺ, 10ാമത് റെഫറൻസ്. ഒരു 10 പോയിൻറ്റ്സ് അടങ്ങിയതാണ് എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ റെസ്യൂം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കോൺടാക്റ്റ് ഇൻഫോർമേഷനിൽ നമ്മൾ എന്തൊക്കെ വേണം, നമ്മളുടെ പേര്, ഫോൺ നമ്പർ, പ്രൊഫഷണൽ ഇമെയിൽ ID, നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വെക്കണം, നമ്മളുടെ അഡ്രസ്സ്, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും നമ്മളുടെ ഓൺലൈൻ പ്രസൻസ് ആയിട്ടുള്ള ജോബിൻ്റേത് നിർബന്ധമായിട്ടൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് കോൺടാക്റ്റ് ഇൻഫോർമേഷൻ. ഹൗ ആൻ എംപ്ലോയർ ക്യാൻ റീച്ച് ഔട്ട് ആൻ ആപ്ലിക്കൻറ്റ്, അതാണ് കോൺടാക്റ്റ് ഇൻഫോർമേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കരിയർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതാണ് നമ്മൾ റെസ്യൂം ടൈലേർഡ് ആണെന്ന് പറയുന്നത്, ഓരോന്നിനും ഓരോന്നാണെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ് എത്തരത്തിലുള്ളതായിരിക്കണം, ഒരു ടീച്ചർ ആപ്റ്റിറ്റ്യൂഡോടുകൂടി കരിയർ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലോ ഒരു ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ വേണം കരിയർ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ടീച്ചിങ് ആണ് പാഷനെങ്കിൽ ടീച്ചേഴ്സ് എന്നുള്ളത്, ഒരു ക്ലറിക്കൽ ജോബാണ് പാഷനെങ്കിൽ ക്ലറിക്കൽ, അതിനുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹൈലൈറ്റ്സ് യുവർ കരിയർ ഗോൾസ്. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവണം, എന്തുകൊണ്ടാണ് അതാകേണ്ടത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കരിയർ ഗോൾസും, സമ്മറൈസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് കീ സ്ട്രെങ്ത്, എന്തുകൊണ്ടാണ് എനിക്കൊരു ടീച്ചർ ആവാം എന്നെനിക്ക് തോന്നുന്നത്, എനിക്ക് എന്തൊക്കെ കീ സ്ട്രെങ്ത് ഉണ്ട്, ഇതൊക്കെ കൂടി പറയുന്ന ഒരു സംഗതി ആയിരിക്കണം നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ലിസ്റ്റ് യുവർ ഡിഗ്രീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ ഓഫ് കംപ്ലീഷൻ ആൻഡ് ഗ്രേഡ്സ് ഓഫ് പെർസെൻറ്റേജ്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് എന്ത് ഡിഗ്രി, ഏത് സ്ഥാപനത്തിൽ നിന്ന് ഏത് വർഷം കംപ്ലീറ്റ് ചെയ്തു, എത്ര മാർക്ക് കിട്ടി, ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. അതെപ്പോഴും ലേറ്റസ്റ്റ് ഡിഗ്രി ടു ഓൾഡസ്റ്റ് ഡിഗ്രി പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ MCOM വെക്കുക, MBA വെക്കുക, അതിനുശേഷം ഡിഗ്രി BBA വെക്കുക, അതിനുശേഷം +2 വെക്കുക, അതിനുശേഷം 10 വെക്കുക. അപ്പോൾ ഡിഗ്രികൾ എപ്പോഴും ലേറ്റസ്റ്റ് ടു ഓൾഡസ്റ്റ് വെക്കുന്നതാണ് നല്ലത്. അതിൽ ഡിഗ്രി, ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഇയർ ഓഫ് കംപ്ലീഷൻ വേണം, ഗ്രേഡ്സും വേണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബ് റോള് ഏത് കമ്പനിയായിരുന്നു, എന്ന് മുതൽ എന്ന് വരെയായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്, ആ ജോലിയിൽ ഭാഗമായിട്ട് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് വെക്കാം. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തൊക്കെയാണ്, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഞാൻ നല്ല ടീം വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് MS ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ അറിയാം, എനിക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ അറിയാം, അങ്ങനെയുള്ള സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് പൊസസ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസും ഇൻക്ലൂഡ് ചെയ്യാം, സോഫ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്യാം, ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് അല്ലാതെ അതിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് പറയുന്നുണ്ട്, എന്നിരുന്നാലും നിങ്ങൾക്ക് വേറെ എന്തൊക്കെ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ബെസ്റ്റ് എംപ്ലോയിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള ഏരിയയാണ് ഈ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും മിനി പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ ഒക്കെ നിങ്ങൾ തന്നെത്താൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ സ്ഥിര
ജോലിക്കാരനല്ലാതെ തൽക്കാലം അവരുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റ് എന്താണ്, നിങ്ങളുടെ റോൾ എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പ്രൊജക്ട്സും ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് അത് വെക്കാം. ഇന്ന കമ്പനിയിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ഇത്ര നാൾ ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. പിന്നെ സർട്ടിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ്, നിങ്ങൾക്ക് ഏതൊക്കെ വർക്ക്ഷോപ്പുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെമിനാർസിൽ പങ്കെടുത്തിട്ടുണ്ടോ, വെബിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ, നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും ട്രെയിനിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം, അതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പല ഭാഷകൾ അറിയാമെങ്കിൽ ഒരു കമ്പനിക്ക് പല സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ വിടാൻ ഐ എം ഗുഡ് ഇൻ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മോർ ചാൻസസ് ടു ബി സെലക്റ്റഡ്. റെഫറൻസസ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് ദ ലിസ്റ്റ് ഓഫ് റെഫറൻസ് റിക്വയർഡ് ബൈ ദ എംപ്ലോയർ. നിങ്ങൾക്ക് ഒരു എംപ്ലോയറിന് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ്, നിങ്ങളുടെ ഒരു റെസ്യൂമിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ് നിങ്ങൾ പ്രോപ്പർ റെഫറൻസ് വെക്കുകയാണെങ്കിൽ. നിങ്ങൾ ആരെങ്കിലും റെഫറൻസ് വെച്ചാൽ പോരാ, സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയറിന് ഇയാൾ തരക്കേടില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരു അപ്പർ ജോബ് ശ്രേണിയിലുള്ള ആരെങ്കിലും നിങ്ങൾ റെഫറൻസ് വെക്കുന്നത് നന്നായിരിക്കും. ആ റെഫറൻസ് വെക്കുന്ന വ്യക്തിക്കും കൂടി അറിഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾ റെഫറൻസ് വെച്ചു എന്നുള്ളത് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊരു 10 പോയിന്റുകളാണ് ഒരു എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ റെസ്യൂം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ടൈപ്സ് ഓഫ് റെസ്യൂംസ് ആണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് റെസ്യൂംസ് ആണുള്ളത്. ക്രോണോളജിക്കൽ റെസ്യൂമുണ്ട്, ഫങ്ഷണൽ റെസ്യൂമുണ്ട്, കോമ്പിനേഷൻ റെസ്യൂമുണ്ട്. എന്താണ് ഇതിൻ്റെ പെട്ടെന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ക്രോണോളജിക്കൽ റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരത്തിലുള്ള റെസ്യൂം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെയാണ്. ഫങ്ഷണൽ റെസ്യൂം എന്തിനാണ്? ഇത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെ അല്ല, നിങ്ങളുടെ സ്കില്ലുകളെയും എബിലിറ്റിയുമാണ് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ റെസ്യൂമോ ഈ സ്കില്ലുകളെയും വർക്ക് എക്സ്പീരിയൻസിനെയും എല്ലാത്തിനെയും കൂടി ബ്ലെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് കോമ്പിനേഷൻ റെസ്യൂം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്രോണോളജിക്കൽ റെസ്യൂംസ് ആയിരിക്കും ചില കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരിക. അത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വർക്ക് എക്സ്പീരിയൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ക്രോണോളജിക്കൽ റെസ്യൂം. ഫങ്ഷണൽ റെസ്യൂം എന്താണ്? നിങ്ങൾക്ക് വലിയ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ എബിലിറ്റീസും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പർട്ടിക്കുലർ റെസ്യൂമാണ് ഫങ്ഷണൽ റെസ്യൂം. കോമ്പിനേഷൻ റെസ്യൂം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. നമുക്ക് ഓരോന്നിൻ്റെയും ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്രോണോളജിക്കൽ റെസ്യൂം നമ്മൾ പറഞ്ഞു വർക്ക് എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. ലിസ്റ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ഇൻ റിവേഴ്സ് ഓർഡർ സ്റ്റാർട്ടിങ് വിത്ത് ദ മോസ്റ്റ് റീസെൻറ്റ് ജോബ്. നിങ്ങൾ ഒരു 3-4 വർഷമായിട്ട് ഒരു 5-6 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽ വേണം ആദ്യം കൊടുക്കാൻ. ഏറ്റവും ആദ്യം കയറിയ കമ്പനിയുടേത് ഏറ്റവും അവസാനവും. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ വർക്ക് എക്സ്പീരിയൻസ് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ക്രോണോളജിക്കൽ റെസ്യൂമിൻ്റെ ഒരു പ്രത്യേകത. അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെയും ജോബ് ഹിസ്റ്ററിയെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് കയറി വന്ന് ഈ ലെവലിലെത്തി നിൽക്കുന്നതെന്നുള്ളതും നിങ്ങളുടെ ജോബ് ഹിസ്റ്ററിയെയും സൂചിപ്പിക്കുന്നതാണ് ക്രോണോളജിക്കൽ റെസ്യൂം. ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്? കാൻഡിഡേറ്റ്സ് വിത്ത് സ്റ്റഡി വർക്ക് എക്സ്പീരിയൻസ് ഇൻ ദ സെയിം ഫീൽഡ്, ദോസ് ഹു വാണ്ട് ടു ഹൈലൈറ്റ് കരിയർ പ്രോഗ്രഷൻ ആൻഡ് റിലയബിലിറ്റി. നമ്മൾ ഓൾറെഡി ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ നിന്ന് നമ്മളൊരു കരിയർ സ്വിച്ചാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കരിയർ ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കേണ്ടത് ക്രോണോളജിക്കൽ റെസ്യൂമാണ്. ഇഫ് യു ഹാവ് എ സ്റ്റഡി വർക്ക് എക്സ്പീരിയൻസ്, നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റെസ്യൂമാണ് ക്രോണോളജിക്കൽ റെസ്യൂം. അതിൻ്റെ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 10 പോയിൻറ്റ്സ് വരും. എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ വെക്കണം, കരിയർ ഒബ്ജക്റ്റീവ് വെക്കണം, വർക്ക് എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് വെക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആദ്യം വെക്കണം, ആദ്യത്തെ വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും അവസാനമായിട്ടും വെക്കണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കിൽസ്, സർട്ടിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും സ്ട്രക്ചറിൽ വരുന്നതാണ് ക്രോണോളജിക്കൽ റെസ്യൂമിൽ. ഒരു എക്സാമ്പിൾ, 2022 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 മുതൽ 22 മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആദ്യം 22 വെക്കണം, അതിന് ശേഷം വേണം 20 വെക്കാൻ. ഇതാണ് ക്രോണോളജിക്കൽ റെസ്യൂം. ഇനി പറയുന്നത് എന്താണ്? ഫങ്ഷണൽ റെസ്യൂം. ഫങ്ഷണൽ റെസ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ സ്കിൽസും എബിലിറ്റീസും ആണ് പ്രധാനമായിട്ട് നമ്മൾ വെക്കുന്നത്, റാദർ ദാൻ ദി വർക്ക് ഹിസ്റ്ററി. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിൽസിനും എബിലിറ്റിക്കുമാണ്. വർക്ക് എക്സ്പീരിയൻസ് വിൽ ബി ലിസ്റ്റഡ് ബ്രീഫ്ലി വിത്തൗട്ട് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ. വർക്ക് എക്സ്പീരിയൻസ് ജസ്റ്റ് സൂചിപ്പിക്കും, പക്ഷേ വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോവില്ല, കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു സ്കിൽസ് ആൻഡ് എബിലിറ്റി. അതാണ് ഫങ്ഷണൽ റെസ്യൂം. ഇത് ഏറ്റവും നല്ലത് ഒരു വലിയ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ലാത്ത ആൾക്കാരെ, ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, കരിയർ ചേഞ്ച് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സ് ഒക്കെ ഒരുപാട് വന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം
നമുക്കൊരു കൃത്യമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് പറയാനൊന്നുമില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ സ്ട്രെങ്ത്തും എബിലിറ്റീസിനും ഫോക്കസ് ചെയ്തുകൊണ്ട് ഫങ്ഷണൽ റെസ്യൂം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ? കോൺടാക്ട് ഇൻഫോർമേഷൻ വേണം, കരിയർ ഒബ്ജക്റ്റീവ് വേണം. ഇൻസ്റ്റെഡ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്? കീ സ്കിൽസ് ആൻഡ് കോമ്പീറ്റൻസീസ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട സ്കിൽസും നിങ്ങളുടെ കോമ്പീറ്റൻസീസും, നിങ്ങളുടെ സ്ട്രെങ്ത്ത് വീക്ക്നെസ്, സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ് എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുക, എഡ്യൂക്കേഷനും പറയുക. കീ സ്കിൽസ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാകാം, പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ ഉണ്ടാകാം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളുടെ സ്കില്ലെന്തോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഫങ്ഷണൽ റിസ്യൂം. അടുത്തത് കോമ്പിനേഷൻ റിസ്യൂം ആണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ബട്ട് chronological resume and functional resume, mixes the best features of chronological and functional formats, highlights skills first then the detailed work history. ആദ്യം സ്കില്ലുകൾ കൃത്യമായിട്ട് പറയും, അതിനുശേഷം വർക്ക് ഹിസ്റ്ററിയും സൂചിപ്പിച്ച് പോകുന്നതാണ് ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ റിസ്യൂം. അതിൽ കോൺടാക്ട് ഇൻഫോർമേഷൻ, പ്രൊഫഷണൽ സമ്മറി, സ്കിൽസ്, വർക്ക് എക്സ്പീരിയൻസ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്യൂം എന്നുള്ളത് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമ്മൾ റെസ്യൂമിൽ പറഞ്ഞ സംഗതിയായിരുന്നു ATS, ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഒരു 1000 റെസ്യൂമൊക്കെ ഒരു കമ്പനിയിലേക്ക് ലഭിക്കുമ്പോൾ ഈ 1000 എണ്ണവും ഒരു വ്യക്തിക്കിരുന്ന് ഫിൽട്ടർ ചെയ്യുക, നോക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഈ ATS എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത്. അതൊരു സോഫ്റ്റ്വെയർ ആണ്. എംപ്ലോയീസ് അല്ലെങ്കിൽ കമ്പനീസ്, റിക്രൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഇതെന്താ ചെയ്യുന്നത്? ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ റെസ്യൂമുകളെ, നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ലഭിച്ച റെസ്യൂമുകളെ സ്ക്രീൻ ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് കുറേ എണ്ണം തട്ടിയ ശേഷമായിരിക്കും, കുറേ എണ്ണം ഫിൽട്ടർ ചെയ്ത ശേഷം അതിലെ ബെറ്റർ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് പിന്നെ ഹ്യൂമൻ റിവ്യൂ ആവശ്യമായിട്ട് വരികയുള്ളൂ. ഇറ്റ് സ്കാൻസ് റെസ്യൂംസ് ഫോർ കീവേഡ്സ്, സ്കിൽസ് ആൻഡ് ഫോർമാറ്റ്സ് ദാറ്റ് മാച്ച് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ റെസ്യൂമിൽ കീവേഡുകൾ വെക്കുക, സ്കിൽസ് വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഈ പർട്ടിക്കുലർ ജോലിക്ക് ഉതകുന്ന രീതിയിലുള്ള കീവേഡ്സും സ്കിൽസും ഒക്കെ ആയിരിക്കും റെസ്യൂമിൽ പരതുക. അതൊരു സിസ്റ്റം ആയിരിക്കും പരതുന്നത്. നിങ്ങൾ എത്ര മികച്ച ആളാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള കീവേഡ്സും സ്കിൽസും ഒന്നും നിങ്ങളുടെ റെസ്യൂമിൽ വെച്ചില്ലെങ്കിൽ ഈ ATSന് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ റെസ്യൂം തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിൽ പോലും റെസ്യൂം കൃത്യമായിട്ട് കീവേഡ്സും സ്കിൽസും ഒക്കെ വെക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന് അത് നിങ്ങളെ തള്ളിക്കളയാൻ സാധിക്കില്ല. സിസ്റ്റം നിങ്ങളെ ചൂസ് ചെയ്യും. പിന്നെ ഹ്യൂമൻ ഇൻ്റർവ്യൂവിലൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ തള്ളിപ്പോവുക. സോ കീവേഡ്സും സ്കിൽസും ഒരു റെസ്യൂമിൻ്റെ ഫോർമാറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് റൗണ്ട് ATS, ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം ആയിരിക്കും അത് നോക്കുന്നത്. അതിൽ പുറന്തള്ളപ്പെടാതെ ഇരിക്കണമെങ്കിൽ, അതിൽ സെലക്റ്റഡ് ആകണമെങ്കിൽ പ്രോപ്പർ കീവേഡ്സും പ്രോപ്പർ സ്കിൽസും ഫോർമാറ്റ്സും ഒക്കെ റെസ്യൂമിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതുണ്ട്, വെക്കേണ്ടതുണ്ട്. ഇൻ ഷോർട്ട്, ഇഫ് യുവർ റെസ്യൂം ഈസ് നോട്ട് ATS ഫ്രണ്ട്ലി, ഇറ്റ് മൈറ്റ് ഗെറ്റ് റിജക്റ്റഡ് ബിഫോർ എനിവൺ ഈവൻ റീഡ്സ് ഇറ്റ്. നിങ്ങൾ വളരെ മികച്ച ഒരു ജോബ് അന്വേഷിക്കുന്ന ഒരു ജോബ് സീക്കറാണ്, ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും മികച്ചതായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും ഇൻ്റർവ്യൂ വരെ എത്തണമെങ്കിൽ ആദ്യം ഈ ATS എന്ന് പറഞ്ഞ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം പാസ്സായേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊരു റെസ്യൂം പ്രോപ്പർ അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂം ആദ്യമേ തന്നെ സിസ്റ്റം റിജക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് റെസ്യൂം നിങ്ങൾ മനസ്സിലാക്കി, ATS എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി കവർ ലെറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം എന്താണ്? കവർ ലെറ്റർ എന്താണെന്നുള്ളത് പലർക്കും ഒരു സംശയമുള്ള സംഗതിയാണ്. കവർ ലെറ്ററിനെ കുറിച്ച് നോക്കാം. കവർ ലെറ്റർ ഈസ് എ ഷോർട്ട് ഫോർമൽ ലെറ്റർ ദാറ്റ് അക്കംപനീസ് യുവർ റെസ്യൂം വൈൽ അപ്ലൈയിങ് ഫോർ എ ജോബ്. നമ്മളൊരു ജോലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റെസ്യൂം കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ വെക്കുന്ന ഒരു ലെറ്ററാണ് കവറിംഗ് ലെറ്റർ. അതെന്താ പറയുന്നത്? ഇറ്റ് ഇൻട്രൊഡ്യൂസ് യു ടു ദ എംപ്ലോയർ, എക്സ്പ്ലെയിൻസ് വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പൊസിഷൻ ആൻഡ് ഹൈലൈറ്റ്സ് വൈ യു ആർ സ്ട്രോങ് ഫിറ്റ് ഫോർ ദ റോൾ. നമ്മൾ റെസ്യൂമിൽ നമ്മുടെ ഈ കോൺടാക്ട് ഇൻഫോർമേഷൻ തൊട്ടിട്ട് നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് അടക്കം നമ്മൾ 10ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ റെസ്യൂമിന് മുമ്പായിട്ട് വെക്കുന്ന സാധനമാണ്, റെസ്യൂമിൻ്റെ ഒപ്പമുള്ള സാധനമാണ് കവർ ലെറ്റർ. ഈ കവർ ലെറ്ററിൽ നിങ്ങൾ ഞാൻ ഇന്നയാളാണ് എന്ന് എംപ്ലോയറെ പരിചയപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ റെസ്യൂമിൽ കോൺടാക്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്നയാളാണ്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കമ്പനിയിലെ ഈ ജോലിയിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്, ഞാൻ ഈ ജോലിയിലേക്ക് ഒരു സ്ട്രോങ് ഫിറ്റ് ആയിരിക്കും എന്ന് സമർത്ഥിക്കുന്ന രീതിയിൽ നമ്മളൊരു ലെറ്റർ ഫ്രെയിം ചെയ്യുന്നതാണ് കവർ ലെറ്റർ. ഈ കവർ ലെറ്റർ വായിച്ച ശേഷം നമുക്ക് കൃത്യമായിട്ട് ഒരു റെസ്യൂമിലേക്ക് ഒരു എംപ്ലോയർ പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ കിട്ടും.
ഓക്കെ, തിങ്ക് ഓഫ് ഇറ്റ് ആസ് യുവർ പേഴ്സണലൈസ്ഡ് സെയിൽസ് പിച്ച് ടു കൺവിൻസ് ദ റിക്രൂട്ടർ ടു റീഡ് യുവർ റെസ്യൂം. അപ്പോൾ നമ്മുടെ റെസ്യൂമിലേക്ക് പോകുന്നതിന് മുമ്പ് റെസ്യൂം നോക്കണോ വേണ്ടയോ എന്നൊരു റിക്രൂട്ടറിന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ് കവർ ലെറ്റർ. കവർ ലെറ്റർ മോശമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റെസ്യൂം നോക്കുക പോലും ചെയ്യില്ല റിക്രൂട്ടർ, അല്ലെങ്കിൽ ATSലേക്ക് പോവില്ല. കവർ ലെറ്റർ മെച്ചമുള്ളതാണെങ്കിലോ നമ്മുടെ റെസ്യൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിരിക്കും ഒരു പ്രോപ്പർ കവർ ലെറ്റർ എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഈ ജോലിയിൽ ആകൃഷ്ടനായിരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മികച്ചവനാകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ലെറ്ററാണ്, റിക്രൂട്ടറിനെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലെറ്ററാണ് കവർ ലെറ്റർ. കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമുക്ക് ടെക്സ്റ്റിൽ നോക്കാനുള്ളത് പ്രധാനമായിട്ട് 4 സംഗതികളാണ്. ഒന്ന് ഗ്രീറ്റിംഗ്, ഒന്ന് ഓപ്പണിംഗ് പാരഗ്രാഫ്, 2 ബോഡി പാരഗ്രാഫ്, 4 ക്ലോസിംഗ് പാരഗ്രാഫ്. ഇത് പ്രധാനമായിട്ടും എന്തൊക്കെയാണുള്ളത്? ഗ്രീറ്റിംഗ് എന്നുള്ളതിൽ എന്താ, നമ്മൾ സല്യൂട്ടേഷൻ, ഡിയർ സാർ, ഹലോ സാർ നമ്മൾ വെക്കുമല്ലോ, അതാണ് സല്യൂട്ടേഷൻ. അപ്പോൾ ഗ്രീറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് യൂസ് പൊളൈറ്റ് പ്രൊഫഷണൽ സല്യൂട്ടേഷൻ. ഡിയർ എംപ്ലോയർ, ഡിയർ മാനേജർ, റെസ്പെക്റ്റഡ് മാനേജർ, റെസ്പെക്റ്റ് എന്നും വെക്കാം, ഡിയർ എന്നും വെക്കാം, അതൊക്കെ പൊളൈറ്റ് ആൻഡ് പ്രൊഫഷണൽ ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ, ഗ്രീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പണിംഗ് പാരഗ്രാഫാണ്. ഈ ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക. സ്റ്റേറ്റ് യുവർ ഇൻറ്റൻറ്റ്, നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക. സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ സെൻറ്റൻസ് ദാറ്റ് സേസ് വാട്ട് റോൾ യു ആർ അപ്ലൈയിങ് ഫോർ ആൻഡ് വൈ. നമ്മുടെ ഉദ്ദേശം എന്താ? ഞാൻ ഇന്ന പോസ്റ്റിലേക്കാണ് സാർ അപേക്ഷിക്കുന്നത്, ഇന്ന കാരണത്തും കൊണ്ടാണ് ഞാൻ അപേക്ഷിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം. അത് ആദ്യമേ തന്നെ ഉള്ള കാര്യം പറഞ്ഞേക്കുക. ഓപ്പണിംഗ് പാരഗ്രാഫിൽ സ്റ്റേറ്റ് യുവർ ഇൻറ്റൻറ്റ്, നിങ്ങളുടെ ഉദ്ദേശം പറയുക. വൈ ഐ ആം അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് ആൻഡ് ഐ ആം അപ്ലൈയിങ് ഫോർ ദിസ് പർട്ടിക്കുലർ ജോബ് ആൻഡ് വൈ ഐ ആം അപ്ലൈയിങ് ഫോർ ദാറ്റ്. ഇത് കൃത്യമായിട്ട് ഓപ്പണിംഗ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്, ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫിൽ കണക്ട് യുവർ സെൽഫ് ടു ദ റോൾ. ഞാൻ ഇന്ന ജോലിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ മികച്ചവനാകുന്നത് ആ പോസ്റ്റിലേക്ക് നിങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യിക്കാം, ഇതാണ് പ്രധാനപ്പെട്ട ഹാർട്ട് ഓഫ് ദി ലെറ്റർ, ഈ ബോഡി പാരഗ്രാഫ്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ജോലിയിലേക്ക് ഞാൻ എന്തുകൊണ്ട് മികച്ചവനാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സമർത്ഥിക്കേണ്ട പാരഗ്രാഫാണ് ബോഡി പാരഗ്രാഫ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ക്ലോസ് ചെയ്യാം. എൻഡ് പൊളൈറ്റ്ലി ആൻഡ് പ്രൊഫഷണലി. എങ്ങനെ ക്ലോസ് ചെയ്യാം? ഫിനിഷ് വിത്ത് ഷോർട്ട് കോൺഫിഡൻറ്റ് പാരഗ്രാഫ് ദാറ്റ് താങ്ക്സ് ദ റീഡർ ആൻഡ് ഇൻവൈറ്റ് ഫർദർ ഡിസ്കഷൻ. ഈ കവർ ലെറ്റർ വായിക്കുന്ന ആളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി എൻഡ് പ്രൊഫഷണലി ആൻഡ് പൊളൈറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് കവർ ലെറ്ററിൽ വരുന്നത്. അതോടുകൂടി നമ്മൾ റെസ്യൂം എന്താണെന്നുള്ളതും ടൈപ്സ് ഓഫ് റെസ്യൂം എന്താണെന്നും ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഇൻ റെസ്യൂം എന്താണെന്നുള്ളതും ATS എന്താണെന്നുള്ളതും അതേപോലെ കവർ ലെറ്റർ എന്താണെന്നുള്ളതും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രസൻസ് നിർബന്ധമാണോ? നിങ്ങൾ റെസ്യൂം അയച്ചു വെച്ചിട്ട് കവർ ലെറ്ററൊക്കെ വെച്ചിട്ട് ഇരുന്നാൽ മതിയോ? ഇന്നത്തെ കാലത്ത് എംപ്ലോയേഴ്സ് ഇത് മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? റെസ്യൂമും കവർ ലെറ്റർ മാത്രമാണോ? അല്ല. നിങ്ങളുടെ ഒരു റെസ്യൂമും കവർ ലെറ്ററും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കരാണോ എന്നറിയാൻ വേണ്ടി ആദ്യമേ തന്നെ എംപ്ലോയേഴ്സ് നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് നോക്കും. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൊഫൈൽസ് ഒന്നും ഉണ്ടാവില്ല. ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ ഇല്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് ഇല്ല, നിങ്ങൾ അപ് ടു ഡേറ്റ് അല്ല. ഇനി നിങ്ങൾക്ക് ലിങ്ക്ഡിനും ഉണ്ട്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളതിൽ വളരെ ഇനാക്റ്റീവ് ആണെങ്കിലോ അതും ദോഷകരമായിട്ട് ചെയ്യും. ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ ഇതൊന്നും ഉപയോഗിക്കാത്തവനാണ്. ഇനി നിങ്ങൾക്ക് ലിങ്ക്ഡിനും ഫേസ്ബുക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ജോലി സംബന്ധമോ കരിയർ സംബന്ധമോ അല്ലാത്ത വേറെ എന്തൊക്കെയോ സംഗതികളാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തതെങ്കിലോ അതും നിങ്ങൾക്ക് വിനയായി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, അൺനെസസറി ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അവിടെ നിൽക്കട്ടെ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ പോസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ജോലി സംബന്ധവും കരിയർ സംബന്ധവുമായിട്ടുള്ള പോസ്റ്റുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം എന്താണ്? റിക്രൂട്ടേഴ്സ് ഡു ചെക്ക് ദി ഓൺലൈൻ പ്രസൻസ്. നിങ്ങളുടെ ഓൺലൈനിലുള്ള പ്രസൻസും നിങ്ങളുടെ കമൻസും നിങ്ങൾ എന്ത് പോസ്റ്റിനാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിക്രൂട്ടേഴ്സ് ചെക്ക് ചെയ്യും. പൊസിഷൻ യു ആസ് എ സീരിയസ് കാൻഡിഡേറ്റ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് ഉണ്ട്, നിങ്ങൾ നല്ല കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയുള്ള പോസ്റ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണ് എന്നൊരു ഒരു പിക്ചർ ഈ എംപ്ലോയർക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടും. ഓക്കെ, ആൻഡ് ചാൻസസ് ഫോർ ജോബ്സ് ഫൈൻഡിങ് യു. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു കരിയർ ജോബ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലും ഫേസ്ബുക്ക് പ്രൊഫൈലും കരിയറായിട്ടുള്ള ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ
ഈവൻ ജോബ് വിൽ ഫൈൻഡ് യു. നിങ്ങൾ തപ്പിപ്പോകേണ്ടി വരില്ല, ജോലി നിങ്ങളിലേക്ക് തന്നെ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് കീ എലമെൻറ്റ്സ് ഓഫ് പ്രൊഫഷണൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി? ഒരു പ്രൊഫഷണൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ചർ. ഓക്കെ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിനിലാണെങ്കിലും അതെ, ഫേസ്ബുക്കിലാണെങ്കിലും അതെ, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ അല്ലാതെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫോർമൽ ഫോട്ടോ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇതിലും പേരുകളും അല്ലാതെ നിങ്ങളുടെ നിക്ക് നെയിംസും ഒന്നും ഇടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നെയിമും യൂസർ നെയിമും യൂസ് ചെയ്യുക എല്ലാ പ്ലാറ്റ്ഫോംസിലും. ഇൻസ്റ്റഗ്രാമിലൊരു പേര്, ഫേസ്ബുക്കിലൊരു പേര്, ലിങ്ക്ഡിനിൽ മറ്റൊരു പേര്, ഈ രീതിയിൽ പോകാതെ നിങ്ങളുടെ പേര് എല്ലാ പ്ലാറ്റ്ഫോംസിലും കഴിവതും ഒരേ നെയിമും യൂസർ നെയിമും യൂസ് ചെയ്യാൻ ശ്രമിക്കുക, സെയിം അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. പിന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഇമെയിൽ ID ഉണ്ടാകുക. യൂസ് എ സിമ്പിൾ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ്. എപ്പോഴും നിങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു മെയിൽ ID നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതല്ലാതെ എല്ലാത്തിനും ഒറ്റ മെയിൽ ID ആകരുത്, പ്രൊഫഷണലായിട്ടൊരു ഇമെയിൽ ID വേണം. പിന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കില്ല്, എക്സ്പീരിയൻസ്, അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലിങ്ക്ഡിനിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഓൺലൈൻ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അതിൽ നിങ്ങളുടെ പ്രൊജക്ട്സും നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്രസൻസ്. മെയിൻറ്റെയിൻ എ ക്ലിയർ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ കണ്ടന്റ്. നിങ്ങൾ അതാണ് പറഞ്ഞത്, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കൊള്ളട്ടെ, നിലവാരമില്ലാത്ത പോസ്റ്റുകളും തമാശകളും കൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിറയ്ക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റും, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റും, നിങ്ങൾ ഇടുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങളുടെ ജോലി കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള, കരിയറുമായി ബന്ധപ്പെട്ടതാകാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലീൻ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അക്യുറേറ്റ് ഡിജിറ്റൽ റെസ്യൂം. കീപ് ഡീറ്റെയിൽ കൺസിസ്റ്റൻ്റ് എവരിവെയർ. കീപ് ഡീറ്റെയിൽസ് കൺസിസ്റ്റൻ്റ് എവരിവെയർ. നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ റെസ്യൂമിൽ കൊടുത്തിരുന്ന ഡാറ്റ പലപ്പോഴായിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നെറ്റ്വർക്കിംഗ് ആൻഡ് എൻഗേജ്മെൻറ്റ്. കണക്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റ് പ്രൊഫഷണലി. ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫൈലുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്കുകളിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലിയും കരിയറുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഫോളോ ചെയ്യാനും കണക്ട് ചെയ്യാനും അവരുമായിട്ട് പ്രൊഫഷണലായിട്ടൊരു ടച്ച് കീപ്പ് ചെയ്യാനും നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സെർച്ച് വിസിബിലിറ്റി, പേഴ്സണൽ ബ്രാൻഡിങ്. അതെന്താ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? നമ്മളെ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഒരു കീവേഡ്, ലീഡർഷിപ്പ് സ്കിൽസ് അടിച്ചു കൊടുത്താൽ ഉടനെ നമ്മൾ വരുന്ന രീതിയിൽ, അപ്പോൾ നമ്മൾ സെർച്ചിൽ ആദ്യം വരുന്ന രീതിയിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബിൽഡ് എ പോസിറ്റീവ് ഓൺലൈൻ ഇമേജ്. ഓക്കെ, നമുക്കറിയാം ഇപ്പം ഏതെങ്കിലും ഒരു ട്രാവൽ, ഒരു ഫുഡ് വ്ളോഗർ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞ് നമുക്കിപ്പോൾ ചിലപ്പം ഫിറൂസ്, അദ്ദേഹം ഒരു ഫുഡ് വ്ളോഗറായിട്ട് നമുക്കിപ്പോൾ കിട്ടും. അതേപോലെ ഈ പറയുന്ന പോലെ ടെക്നോളജി M4 ടെക് എന്ന് പറഞ്ഞ ഒരു ചാനലായിരിക്കും നമുക്ക് ആദ്യം വരിക. അപ്പോൾ അതേപോലെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഓൺലൈൻ ഇമേജ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓൺലൈൻ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ പാലിക്കുക. കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്റ്റ്ഫുള്ളി ആൻഡ് പ്രൊഫഷണലി. അതാണ് നമ്മൾ ഈ എല്ലാ പോസ്റ്റിൻ്റെയും അടിയിൽ പോയി കമൻ്റ് ഇടുകയും ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ശ്രദ്ധിക്കുന്ന പലരും ഉണ്ട്. നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി അതേപോലെ പ്രൊഫഷണലി മാത്രം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി ഒരു പരിധിവരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി. താങ്ക് യു.